ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. അതിൽ ഒരു സബ് ടോപ്പിക്കായിട്ട് നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും കൂടി ഡിസ്കസ് ചെയ്യുന്നു. ടെക്സ്റ്റിൽ നമുക്ക് ഒരു കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ടോപ്പിക്ക്. അപ്പോൾ ഒരു വർക്കർ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തപ്പം അയാൾക്ക് സാലറി കിട്ടി അധികം. ഒരു കുട്ടി നന്നായിട്ട് ടെസ്റ്റ് എഴുതിയപ്പം ആ കുട്ടിക്ക് ഹയർ ഗ്രേഡ് കിട്ടി, നല്ല ഗ്രേഡ് കിട്ടി. ആ കുട്ടി ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിൻ്റെ പ്ലേ ടൈം നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബിഹേവിയറും അതേപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് കാണാം. അതായത് ബിഹേവിയർ എന്ന് പറയുന്ന ഒരാൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് അയാൾക്ക് കോൺസിക്വൻസ്, അതായത് റിസൾട്ടൻ്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടീജൻറ്റ് ഇവൻ്റ് എന്നാണ് പറയുന്നത്. കണ്ടീജൻറ്റ് ഇവൻ്റായിട്ട് അയാൾക്ക് നല്ല സാലറി കിട്ടി. ഒരു കുട്ടി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അടുത്തത് ഒരു കുട്ടി നന്നായിട്ട് ടെസ്റ്റ് സ്കോർ ചെയ്തു, അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് കണ്ടീജൻറ്റ് ഇവൻ്റായിട്ട് ആ കുട്ടിക്ക് നല്ല ഗ്രേഡ് കിട്ടി. അപ്പോൾ ഒരു ബിഹേവിയറും അതിൻ്റെ കണ്ടീജൻറ്റ് ഇവൻറ്റും കോൺസിക്വൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ ഒരു കണ്ടീഷനിങ് നടക്കുന്നുണ്ട് ബിഹേവിയറും കണ്ടീജൻറ്റ് ഇവൻറ്റുമായിട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് ഈ എക്സാമ്പിൾസിലേക്ക് ഒന്നും കൂടി വരാം. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് B.F. സ്കിന്നറാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലേണിംഗ് തിയറിയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഹൗ ബിഹേവിയേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ കോൺസിക്വൻസസ്. ഒരു ബിഹേവിയറിൻ്റെ റിസൾട്ട് എത്രത്തോളം നമ്മൾ ഈ ബിഹേവിയറിനെ എങ്ങനെയൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇതിൽ സ്കിന്നർ പറയുന്നത്. എത്രത്തോളം ഒരു റിസൾട്ട് ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന്. അപ്പം നമ്മളെടുത്ത എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം, ഒരാൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്തു, അയാൾക്ക് നല്ല സാലറി കിട്ടി. അപ്പം നല്ല സാലറി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല സാലറിക്ക് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ കോൺസിക്വൻസിന് വേണ്ടിയിട്ട് ആളെ ബിഹേവിയർ അവിടെ ചേഞ്ച് വരികയാണ്. അതാണ് കോൺസിക്വൻസ് അവിടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു കുട്ടി നല്ല ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് റിസൾട്ട് അങ്ങനത്തെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടി നന്നായിട്ട് എക്സാം എഴുതുന്നു. വേറെ നമ്മൾ പറയണത് ആ കുട്ടിയുടെ പ്ലേ ടൈം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ബാഡ് വേർഡ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് കാണാം കോൺസിക്വൻസ് എത്രത്തോളം ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഹൗ ബിഹേവിയേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിയർ കോൺസിക്വൻസ് എന്ന് കാണാം. അപ്പോൾ ഇതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇതിനെ നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്നും പറയുന്നുണ്ട്. സിംപ്ലി ഇറ്റ് ഈസ് എ ലേണിംഗ് മോഡൽ ബേസ്ഡ് ഓൺ എഫക്ട്സ് ഓഫ് കോണ്ടിജൻറ്റ് ഇവൻറ്റ് ഓൺ ബിഹേവിയർ. കോണ്ടിജൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസ്, എഫക്റ്റ് ഓഫ് കോണ്ടിജൻറ്റ് ഇവൻറ്റ് ഓൺ ബിഹേവിയർ. അതാണ് ഈ ലേണിംഗ് മോഡൽ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ആദ്യം എന്താണ് റീഎൻഫോഴ്സർ, പിന്നെ നമ്മൾ എന്താണ് പണിഷർ എന്ന് ഡിസ്കസ് ചെയ്യും. ഒരു കണ്ടീജൻറ്റ് ഇവൻറ്റ് കാരണം ഒരു ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീജൻറ്റ് ഇവൻറ്റിനെയാണ് നമ്മൾ റീഎൻഫോഴ്സർ എന്ന് പറയുന്നത്. കണ്ടീജൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിസൾട്ടൻ്റെ. അപ്പോൾ ഒരു കണ്ടീജൻറ്റ് ഇവൻറ്റ് കാരണം ഒരു ബിഹേവിയർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റീഎൻഫോഴ്സർ എന്നാണ് വിളിക്കുന്നത്. ആ കണ്ടീജൻറ്റ് ഇവൻറ്റിനെ നമ്മൾ റീഎൻഫോഴ്സർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, ഹോംവർക്ക് വേഗം ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ബിഹേവിയർ. അപ്പോൾ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഹോംവർക്ക് ചെയ്തു വന്നു. അപ്പോൾ ഇവിടെ ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ബിഹേവിയർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ബിഹേവിയർ നടക്കാനുള്ള സാധ്യത അവിടെ കൂടുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റാർ കൊടുക്കണമുണ്ട്. അപ്പോൾ ഗിവിങ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു റീഎൻഫോഴ്സറാണ്. ഇനി കണ്ടീജൻറ്റ് ഇവൻറ്റ് കാരണം ഒരു ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീജൻറ്റ് ഇവൻറ്റിനെയാണ് നമ്മൾ പണിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടീൻ്റെ വീഡിയോ ഗെയിം ടൈം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയർ. അപ്പോൾ ബാഡ് വേർഡ്സ്
എൻ്റെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആ ബിഹേവിയർ കുറയുകയാണ് ചെയ്യണത്. വീഡിയോ ഗെയിം ടൈം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീൻ്റെ ബിഹേവിയർ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ കണ്ടീജൻറ്റ് ഇവൻറ്റ് കാരണം അവിടെ ബിഹേവിയറിൻ്റെ നടക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീജൻറ്റ് ഇവൻറ്റിനെയാണ് നമ്മൾ പണിഷർ എന്ന് പറയുന്നത്. അതിന് പണിഷർ ഇവിടെ എന്താണ്? റിമൂവൽ ഓഫ് വീഡിയോ ഗെയിം ടൈമാണ്. ഇനി പോസിറ്റീവ് നെഗറ്റീവ്, അത് നമ്മൾ ജസ്റ്റ് ഈ ടേം പറയും. നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടീജൻറ്റ് ഇവൻറ്റ് ആഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് എന്ന് പറയാം. അതായത് നമ്മൾ ഒരു വർക്കർ എക്സ്ട്രാ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം കണ്ടീജൻറ്റ് ഇവൻറ്റ് എന്താണ്? സാലറി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ സാലറി കിട്ടുക അത് ഇൻക്രീസിങ് ആണ് കിട്ടാൻ വേണ്ടിയിട്ട്. അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടീജൻറ്റ് ഇവൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ് എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവ് മീൻസ് കണ്ടീജൻറ്റ് ഇവൻറ്റ് റിമൂവ് ചെയ്യാണ് ഉള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഈ വീഡിയോ എന്താണ് ബാഡ് വേർഡ്സ് വീഡിയോ ഗെയിം ടൈം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ബാഡ് വേർഡ്സ് പറയൽ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ വീഡിയോ ഗെയിം ഗെയിം ടൈമാണ് അവിടുത്തെ കണ്ടീജൻറ്റ് ഇവൻറ്റ്. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് നെഗറ്റീവാണ്. ആ കണ്ടീജൻറ്റ് ഇവൻറ്റ് റിമൂവ് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാനുണ്ട്, അത് നെഗറ്റീവാണ്. ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി നമ്മൾ അടുത്ത ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ 4 ടേം പരിചയപ്പെട്ടു. റീഎൻഫോഴ്സർ, പണിഷർ, പിന്നെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ള. ഇനി ഇതിൻ്റെ 4 കോമ്പിനേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞത് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ ബിഹേവിയർ നടക്കാനുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യണം, പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യണം റീഎൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ. പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കുറയണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടിജൻസി ഇവൻറ്റ് കൂടുന്നതായിരിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യണം, കണ്ടിജൻസി ഇവൻറ്റ് കൂടുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യണതായിരിക്കണം. കണ്ടിജൻസി ഇവൻറ്റ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഓരോ കോമ്പിനേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അതായത് ഒരു വർക്കർ അയാൾ സാലറി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ബിഹേവിയർ. അവിടെ ബിഹേവിയർ നടക്കാനുള്ളത് സാലറി കിട്ടുമ്പം അവിടെ കണ്ടിജൻസി ഇവൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാലറി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബിഹേവിയർ കൂടുകയാണ് ചെയ്യുന്നത്, അയാൾ വർക്ക് ആണ് ചെയ്യുന്നത്. ബിഹേവിയർ അവിടെ ഇൻക്രീസിങ് ആണ്. കണ്ടിജൻസി ഇവൻറ്റ് അവിടെ ഇൻക്രീസിങ് ആണ്. നമ്മൾ സാലറി കിട്ടുക എന്ന് പറയുമ്പം അത് ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കണ്ടീജൻറ്റ് ഇവൻറ്റ്. അടുത്തത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്. അതിന് എക്സാമ്പിൾ നമ്മൾ റൂം ക്ലീൻ ചെയ്യാണ്, അല്ലെങ്കിൽ അമ്മ വന്ന് സ്കോൾഡ് ചെയ്യും. അപ്പോൾ അമ്മൻ്റെ സ്കോൾഡിങ് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റൂം ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യാണ്, അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടിജൻസി ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ എന്തിനാണ് ഈ റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്, റിമൂവൽ ഓഫ് സ്കോൾഡിങ് ആണ്. അപ്പോൾ കണ്ടിജൻസി ഇവൻറ്റ് അവിടെ ഡിക്രീസ് ഇൻ ദ കണ്ടിജൻസി ഇവൻ്റ് ആണ്. അപ്പോൾ അത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ ഡ്യൂ ടു ഡിക്രീസ് ഇൻ കണ്ടിജൻസി ഇവൻറ്റ്. അടുത്തത് പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ്. പോസിറ്റീവ് പണിഷ്മെൻറ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡോഗ് ഒരു ഷൂ കടിക്കുന്നില്ലെങ്കിൽ അതിന് ട്രീറ്റ് കൊടുക്കും എന്ന് പറയുന്നത്. അപ്പം ഡോഗ് ഷൂ കടിക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ ബിഹേവിയർ, അത് കുറഞ്ഞു.
ആ ഡോഗിന് കണ്ടീജൻറ്റ് ഇവൻ്റായ ട്രീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ബിഹേവിയർ കുറഞ്ഞു, കണ്ടീജൻറ്റ് ഇവൻ്റ് ട്രീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്യുന്നതാണ്, ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് ഇസ് ദ ഡിക്രീസ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദ കണ്ടീജൻറ്റ് ഇവൻറ്റ്. ഇനി അടുത്തത് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. നെഗറ്റീവ് പണിഷ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താ വെച്ചാൽ, 2 കുട്ടികൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ അവരുടെ ടോയ് എടുത്തിട്ട് പോകും. അപ്പോൾ കണ്ടീജൻറ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ആണ്, ടോയ് എടുത്തിട്ട് പോകുന്നത്. വഴക്കുണ്ടാക്കൽ അവർ കുറയാണ് ചെയ്യണത്. ഇങ്ങനെ ടോയ് എടുത്തു കൊണ്ടുപോകുമ്പോൾ അവർ വഴക്കുണ്ടാക്കൽ കുറയാണ് ചെയ്യണത്. അതായത് ബിഹേവിയർ, ഫൈറ്റിംഗ് എന്നുള്ള ബിഹേവിയർ അവിടെ കുറയാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. എക്സാമ്പിൾ, നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ കണ്ടീജൻസി ഇവൻറ്റ്. ഇതാണ് 4 കോമ്പിനേഷൻസും അതിൻ്റെ എക്സാമ്പിൾസും. ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്താണെന്നും അതിൽ വരുന്ന റീഎൻഫോഴ്സ്മെൻറ്റ്, പണിഷ്മെൻറ്റ്, അതിൻ്റെ 4 കോമ്പിനേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.